ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ പഴയ കുറച്ച് ഗ്രോ ബാഗുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഒന്ന് റീഫ്രഷ് ആക്കിയിട്ട് ശീതകാല പച്ചക്കറികൾ നടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ നിങ്ങൾ ശീതകാല പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അറിയാം, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ. ഇതിനെ എങ്ങനെയാണ് നമ്മൾ വീണ്ടും റീഫ്രഷ് ആക്കി തിരികെ നടന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ എൻ്റെ മണ്ണെല്ലാം ഒരുമിച്ച് ഇല്ലയിൽ തട്ടിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ കൃഷി ചെയ്യുമ്പോൾ അടിയിൽ കരിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രയോജനമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കരിയിൽ നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ് കമ്പോസ്റ്റ് പോലെയായി. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സായി നമുക്ക് കൂടുതൽ ചെടികൾ ഗ്രോത്ത് ആയിട്ട് വളരാനുള്ള ഒരു സഹായം കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിന് വൃത്തിയായി ഉടച്ചതിന് ശേഷം നിങ്ങൾ കാണുന്ന ഡോളമൈറ്റ് ആണ്. ഡോളമൈറ്റ് ഇതിലേക്ക് ഇതിന് പ്രത്യേകിച്ച് കറക്റ്റ് ആയിട്ടുള്ള കണക്കൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്നാലും ഏകദേശം ഒരു 20 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണുണ്ട്. അപ്പോൾ അതിന് വന്നിട്ട് നിങ്ങൾ ഇതിന് ഒരു 5 പിടി, നമ്മുടെ കൈക്ക് ഒരു 5 പിടി ഇതേ കണക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് മണ്ണിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് 5 ദിവസം ഇവനെ ഇതുപോലെ അങ്ങിട്ടേക്കുക. നമ്മൾ ഇതിനെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക. ഇതേ കണക്ക് ഒതുക്കി വെച്ചേക്കുക. ഇനി 5 ദിവസം കഴിഞ്ഞ് നോക്കാം. മണ്ണ് റെഡിയായതിനു ശേഷം നമുക്ക് നടാനുള്ള ക്യാബേജ്, കോളിഫ്ലവർ ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ശരിയായിട്ട് നിങ്ങൾ മണ്ണിനെ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമാണിത്. ഇതിപ്പോൾ എൻ്റെ ഒരു വഴുതന ചെടിയാണ്. ഇതേ കണക്ക് കിളിച്ച് വന്നതിന് ശേഷം ഇങ്ങനെ അങ്ങ് വാടിപ്പോവും. ഇത് വന്നിട്ട് ഈ വേര് ചെയ്യലെന്നോ അല്ലെങ്കിൽ വാട്ടരോഗമോ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതേ കണക്ക് ഡോളമൈറ്റോ കുമ്മായോ ഇട്ട് മണ്ണിനെ ശരിക്കും ട്രീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വളം ആഡ് ചെയ്തിട്ട് കൃഷി ചെയ്യാൻ ശ്രമിക്കുക.